നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനുമായുള്ള രണ്ടാം വട്ട ചർച്ചകൾക്ക് മുന്നോടിയായി മധ്യേഷ്യയിൽ വ്യോമ നാവിക വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. US-ഉം ഇറാനും തമ്മിലുള്ള ആണവ നിർവ്യാപന ചർച്ചയുടെ രണ്ടാം ഘട്ടം ഇന്ന് സ്വിസ് നഗരമായ ജനീവയിലാണ് നടക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാനെ ഭയപ്പെടുത്താനും ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാനും വൻ നീക്കമാണ് US നടത്തിയിരിക്കുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിലാണ് ഈ നിർണായക ചർച്ചകൾക്ക് കളമൊരുങ്ങിയിട്ടുള്ളത്. ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ചകൾക്കായി ഇതിനോടകം ജനീവയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ആദ്യഘട്ട ചർച്ചകളുടെ തുടർച്ചയായാണ് ജനീവയിലെ ഈ കൂടിക്കാഴ്ച. US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാഡ് കുഷ്നർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ദ്രുതഗതിയിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് രണ്ടാം ഘട്ട ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ അമേരിക്കൻ ഭരണകൂടം തീരുമാനിച്ചത്. ബ്രിട്ടനിലെ അമേരിക്കൻ എയർഫോഴ്സ് വിമാനങ്ങൾ, ടാങ്കറുകൾ, ഫൈറ്റർ ജെറ്റുകൾ എന്നിവ മധ്യേഷ്യയ്ക്ക് സമീപത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലയിലേക്ക് എത്തുന്നു. കൂടാതെ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ജോർദാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് നിരവധി സൈനിക ചരക്ക് വിമാനങ്ങളാണ് എത്തിയതെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ജോർദാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ US യുദ്ധവിമാനങ്ങൾക്ക് അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി അവസാനത്തോടെ 12 അമേരിക്കൻ F-15 യുദ്ധവിമാനങ്ങളെ ജോർദാനിലെ മുവാഫക് സാൾട്ടി വ്യോമതാവളത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ഓപ്പൺ സോഴ്സ് ഫ്ലൈറ്റ് ഡാറ്റ പ്രകാരം ഈ മേഖലയിലേക്ക് 250-ലധികം US കാർഗോ വിമാനങ്ങൾ എത്തിയിട്ടുണ്ടെന്നും CNN റിപ്പോർട്ട് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഴ്ചകളായി ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണി മുഴക്കുന്നുണ്ട്. ഇറാനിൽ ഭരണമാറ്റം സംഭവിക്കാവുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കുമെന്നാണ് വെള്ളിയാഴ്ചയും ട്രംപ് പറഞ്ഞത്. ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ആവർത്തിച്ചുള്ള ഭീഷണിയും മേഖലയിലേക്കുള്ള സൈനിക വിന്യാസങ്ങളും മധ്യേഷ്യയെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ജനീവയിൽ നടക്കുന്ന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഈ ചർച്ചകളിൽ താൻ പരോക്ഷമായി പങ്കെടുക്കുമെന്നാണ് ട്രംപ് തിങ്കളാഴ്ച അറിയിച്ചിരുന്നത്. US ഭാഗത്തു നിന്ന് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അദ്ദേഹത്തിന്റെ മരുമകൻ ജാരഡ് കുഷ്നറും ഇറാനിൽ നിന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമാണ് പ്രധാനമായും ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചകൾക്കായി ജനീവയിലെത്തിയ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തിങ്കളാഴ്ച അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തി. US-ഉമായി നീതിപൂർവവും സന്തുലിതവുമായ കരാർ ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നാണ് അരാക്ചി പറയുന്നത്. ഈ മാസം 6-ന് ഒമാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചയിലൂടെ ഇറാന്റെ ആണവ പദ്ധതിയോടുള്ള US നിലപാട് കൂടുതൽ യാഥാർത്ഥ്യത്തിലൂന്നിയതായിട്ടുണ്ട് എന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗേയി പറഞ്ഞു. ഇറാനുമായുള്ള ഉപരോധങ്ങൾ ഇളവു ചെയ്യാൻ US തയ്യാറാവുകയാണെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനു നേരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുക തന്നെയാണ്. ഇറാനിൽ സൈനിക നടപടിക്ക് US സൈന്യം സജ്ജമാവുകയാണെന്ന് റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ തീരത്തോട് ചേർന്ന് 3 ആഴ്ചയോളമായി നങ്കൂരമിട്ടിരിക്കുന്ന എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനിക്ക് പുറമെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് R. ഫോർഡിനെയും പശ്ചിമേഷ്യയിൽ വിന്യസിക്കാൻ US നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുണ്ട്. 5000-ലധികം സൈനികരുള്ള എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിൽ F-35 അടക്കമുള്ള 90ഓളം യുദ്ധവിമാനങ്ങളുണ്ട്. ഇറാനിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്റർ അകലെ ഒമാൻ തീരത്താണ് നിലവിൽ ഈ കപ്പലുള്ളതെന്നാണ് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ 12ഓളം US യുദ്ധക്കപ്പലുകൾ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് എന്നും BBC പറയുന്നു. ഇതിനിടെ US സമ്മർദ്ദതന്ത്രം പയറ്റുന്ന സാഹചര്യത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തിങ്കളാഴ്ച ഹോർമുസ് കടലിടുക്കിൽ സൈനികാഭ്യാസം തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ ഉടൻ ആണവായുധം സ്വായത്തമാക്കുന്ന റിപ്പോർട്ടിനെ തുടർന്ന് 2025 ജൂണിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചിരുന്നു. അന്ന് ഇറാന്റെ 3 തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങളിൽ US ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിരുന്നു. 60% പരിശുദ്ധിയിൽ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്നാണ് IAEAയുടെ കണക്ക്. ആണവായുധമുണ്ടാക്കാൻ 90% പരിശുദ്ധിയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കണം. അതേസമയം സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമ്പുഷ്ടീകരണം മാത്രമേ നടത്തുന്നുള്ളൂ എന്നാണ് ഇറാൻ പിന്നീടും പറഞ്ഞിട്ടുള്ളത്. US മധ്യസ്ഥതയിൽ റഷ്യയുടെയും യുക്രൈന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയും ബുധനാഴ്ച ജനീവയിൽ നടക്കും. തങ്ങൾക്കുമേൽ ചുമത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ആണവ കരാറിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നാണ് ഇറാൻ നേരത്തെ മുതൽ വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഈ അനുകൂല നിലപാടിനോട് വളരെ പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് അമേരിക്കയും പ്രതികരിച്ചത്.
പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഇറാന്റെ വിട്ടുവീഴ്ച സന്നദ്ധതയെ അമേരിക്ക സ്വാഗതം ചെയ്തതോടെയാണ് ചർച്ചകൾക്ക് വഴിതെളിഞ്ഞത്. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഈ ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ലോകരാജ്യങ്ങൾ കരുതുന്നത്. സംഘർഷം ലഘൂകരിക്കപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ വിപണിയെയും എണ്ണവിലയെയും അനുകൂലമായി ബാധിക്കാൻ ഇടയുണ്ട്. വിദേശകാര്യമന്ത്രിയുടെ ജനീവ സന്ദർശനം ഈ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നതും. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.